മെയിൽ ജെനിറ്റൽ സിസ്റ്റം അതിൽ എന്തെങ്കിലും ഫിസിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ ഇങ്ങനത്തെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരാവോ? ഫിസിക്കൽ സിസ്റ്റത്തിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഓക്കെ. അതെല്ലാം എടുത്ത് പൊതു ജനങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ ഞങ്ങൾ ഡോക്ടേഴ്സ് നോക്കുമ്പോൾ പല കാര്യങ്ങളും നോക്കും. ചിലർക്ക് ടെസ്റ്റിസിൽ പ്രോബ്ലം ഉണ്ടാവാം. ചെറിയ കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻസോ എന്തെങ്കിലും ഉണ്ടായിട്ട് ഇഞ്ചുറി വന്നിട്ട് ടെസ്റ്റിസിന്റെ, അതായത് അതുപോലെ മുണ്ടിവീക്കം മംസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമുണ്ട്. അത് വന്നിട്ട് ടെസ്റ്റിസിനെ ചിലപ്പോൾ എഫക്ട് ചെയ്യും. ചിലർക്ക് ജന്മനാ ടെസ്റ്റിസ് വയറിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ടാവില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ വെരിക്കോസീൽ എന്ന് പറഞ്ഞൊരു സംഭവം. ഓക്കെ. എല്ലാവർക്കും അറിയപ്പെടുന്നതാണ് ഈ വെരിക്കോസീൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആൾക്കാർക്കൊക്കെ തപ്പാൻ ഇഷ്ടമാണ് വെരിക്കോസീൽ എനിക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് നമ്മള്. ഈ വെരിക്കോസീൽ എന്ന് പറഞ്ഞാൽ ചോരക്കുഴലുകൾ തടിച്ചിട്ടുള്ളതാണ് വെരിക്കോസീൽ. ഇതില് പ്രോബ്ലം വരുന്ന എവിടെയെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ എല്ലാവരും നന്നായി പരിശോധിക്കും. പക്ഷെ ആണുങ്ങളെ പരിശോധന ഇത്തിരി കുറവാണ്. ശരിക്കും പറഞ്ഞാൽ വെരിക്കോസീൽ കണ്ടുപിടിക്കാൻ പരിശോധനയോട് കണ്ടുപിടിക്കാം. അതെ. പരിശോധിച്ചിട്ട് ഒരു ഡോക്ടർക്ക് കണ്ടുപിടിക്കാത്ത വെരിക്കോസീൽ ചികിത്സ ഇല്ലാത്ത വെരിക്കോസീലാണ്. ചികിത്സ വേണ്ടാത്ത വെരിക്കോസീലാണ്. പക്ഷെ പലപ്പോഴും എന്താ പറ്റുക, അതായത് പുരുഷന്മാര് ഒരു സ്കാൻ ചെയ്തു, ഡോക്ടർ പറഞ്ഞിട്ടാവാം അല്ലെങ്കിൽ സ്വന്തം പോയി സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ വെരിക്കോസീൽ അയാൾ സ്കാൻ ചെയ്യണതിന് ഒരു റിപ്പോർട്ടിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും വെരിക്കോസീൽ. പിന്നെ നമ്മളുടെ ആൾക്കാർക്ക് അത് മതി, വെരിക്കോസീൽ കാരണം കൗണ്ട് കുറഞ്ഞു. അത് പക്ഷേ സത്യമല്ല. നമുക്ക് പരിശോധിച്ചിട്ട് കണ്ടുപിടിക്കാത്ത വെരിക്കോസീലിനെ നമ്മൾ എപ്പോഴും ചികിത്സിക്കേണ്ട ആവശ്യമില്ല. വെറും സ്കാനിങ്ങിൽ കണ്ട വെരിക്കോസീലിന് നമ്മൾ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. വെരിക്കോസീൽ സർജറി ചെയ്തുകൊണ്ട് എല്ലാവരുടെയും കൗണ്ട് നോർമൽ ആയിക്കോളും എന്നുള്ള ധാരണ അത് തെറ്റിദ്ധാരണയാണ്. അത് ശരിയല്ല. ചിലർക്ക് ഗുണം ഉണ്ടാവാം, പക്ഷെ പലർക്കും ഗുണം ഉണ്ടാവാറില്ല. അതുപോലെ വെരിക്കോസീൽ ഉള്ളവർക്ക് സർജറി വേണ്ടി വരും എന്നുള്ളത് തെറ്റാണ്. വെരിക്കോസീൽ സർജറി ചെയ്യാണ്ടിയും വെരിക്കോസീലിന് ഡയഗ്നോസിസ് ഉള്ള പലരും കൺസീവ് ചെയ്യാറുണ്ട്. ഞാനിത് മെൻഷൻ ചെയ്ത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണത്. നിങ്ങൾ പറഞ്ഞ മാതിരി ഇത് മാസ്റ്റുർബേഷൻ ചെയ്തുകൊണ്ടാണോ കൗണ്ട് കുറഞ്ഞത്, വെരിക്കോസീൽ ഉള്ളതുകൊണ്ടാണ് കൗണ്ട് കുറഞ്ഞത്, ഇതൊക്കെയാണ് ആണുങ്ങൾ ആദ്യം ആലോചിക്കുന്നത്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കില്ല. ഞാൻ സ്മോക്ക് ചെയ്യണോണ്ടാണോ കൗണ്ട് കുറയുന്നത്, എന്റെ ജീവിതശൈലിയിൽ വല്ല പ്രശ്നങ്ങളുകൊണ്ടാണോ, ഞാൻ വണ്ണം കുറഞ്ഞുകൊണ്ട് എന്റെ കൗണ്ട്, അങ്ങനെയല്ല. കൗണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ വെരിക്കോസീൽ സർജറി ചെയ്യണം, അങ്ങനെ. അതൊരു ഹ്യൂമൻ ബിഹേവിയറൽ ഇതാണ്. ഡോക്ടർ ഗൂഗിളിനെ ഫോക്കസ് ചെയ്യും. ഡോക്ടർ ഗൂഗിളാണ് വലിയ പ്രശ്നം. അതായത് ഡോക്ടർ ഗൂഗിളിനുള്ള പലതും എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് പലതും ഒരു സയന്റിഫിക് ഡേറ്റ അല്ല. എന്റെ സ്വന്തം അഭിപ്രായം വേണമെങ്കിൽ ഗൂഗിളിന്റെ മുകളിൽ വരും. ഒരാളുടെ അഭിപ്രായമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ തോട്ട്സ് ആയിരിക്കും. പ്രത്യേകിച്ചിട്ട് ഇപ്പൊ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെയാണല്ലോ ഇപ്പൊ എല്ലാവർക്കും. സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വളരെ ഇതാണ്. അപ്പൊ അതിനുള്ള നമ്മൾ പിക്ക് ചെയ്യണം. ഐഡിയൽ ആയിട്ട് നമ്മുടെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, അതായത് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കണ്ട് അവരുടെ അഭിപ്രായം നോക്കി പിന്നെ ഗൂഗിളിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. അല്ലാണ്ട് ആദ്യം ഗൂഗിളിലുള്ള നോക്കിയിട്ട് പോണതിലുള്ള ചെറിയ പ്രോബ്ലംസ് ആണ് അതൊക്കെ.